ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ അങ്ങനെ എപ്പിക് ട്രിക്ക് നമ്മൾ ഇട്ടായിരുന്നു. ഇന്നും നമ്മൾ എന്താ പറയുക, ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്കായിട്ട് നമ്മൾ പോർബോ ബാക്ക് റൊണാൾഡോ നിങ്ങൾക്ക് വേണ്ട പാക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ട്രിക്കാണ് ഗൈസ്. എന്താ സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ആദ്യമായി നിങ്ങൾ കാണുന്നത് എന്താണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഗിവയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ എന്താ പറയുക, മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ എൻ്റെ ഒരു 200 കോയിനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഓൾറെഡി നമ്മുടെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് ഞാൻ കോയിൻ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രീമിയം പാക്ക് എടുത്തിട്ട് എനിക്ക് ഇപ്പം മൺഡേ വരുന്ന എപ്പിക്കൊക്കെ എടുക്കണമെന്നുണ്ട്, ബെക്കാമിൻ്റെ ഒക്കെ, അപ്പം ലാംബാഡൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിനും ഒരു വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഗെയിം പ്ലാൻ സാധാരണ മാത്രമേ കേട്ടോ, ബേസ് ടീമാണ് കുറച്ചിട്ടേക്കുന്നത്. 3 പൊസിഷൻ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്സിമം എന്താ പറയുക, ബാർസലോണ ബേസ് ടീം ആക്കുന്നതായിരിക്കും ഗൈസ് നിങ്ങൾക്ക് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ കാർഡ് ബാർസലോണ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിതാ മെസ്സിനെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ജസ്റ്റ് ഗൈസ് മെല്ലെ ആയത് ഞാൻ വേറെ ഒന്നും കണ്ടില്ല, അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് മെസ്സിനെ എടുത്തു. അതിനുശേഷം ഞാൻ നെയ്മറിനെ എടുത്തു ഗൈസ്. നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, സുവാരസിനെ എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ സുവാരസിനെ എടുത്തു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൂന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാർഡ് ഏതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എത്ര കോയിൻ ഇടുമെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാനിതാ ഗൈസ് നമ്മൾ 3 പ്രാവശ്യം റൊട്ടേറ്റ് ബട്ടൺ അടിച്ചു. ഓക്കെ, അല്ല 3 പ്രാവശ്യം അല്ല 6 വട്ടം കേട്ടോ, 6 വട്ടം റൊട്ടേറ്റ് ബട്ടൺ അടിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്പറൊന്നും കൂടുതലും കുഴപ്പമില്ല, 6 വട്ടം റൊട്ടേറ്റ് അടിക്കുക ഗൈസ്. ഇതേ മെത്തേഡ് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഗൈസ് നമ്മളിതാ ഇതേപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കുന്നു. അതിനുശേഷം ഗൈസ് കുറച്ച് എന്താ പറയുക 2-3 സെക്കൻഡ് ജസ്റ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ക്യാൻസൽ അടിക്കുന്നു, 2 പ്രാവശ്യം ക്യാൻസൽ അടിച്ചു ഗൈസ്. അപ്പോൾ നമ്മളിതാ 3ാമത്തെ ട്രയൽ നമ്മൾ എന്താ പറയുക ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഹിയർ വി ഗോ, നമുക്ക് നോക്കാം ഗൈസ്, കിട്ടുമോ നോക്കാം. ഹിയർ വി ഗോ, രാവിലെ തന്നെ എപ്പിക്ക് അടിക്കുമോ നോക്കാം. ഉള്ളിൽ മഞ്ഞൊന്നുമില്ല, ബേസാന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ട്രിക്കാണ്. ഞാനിപ്പോൾ 100 ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 300 കോയിനുള്ളിൽ ഉറപ്പായിട്ടും കിട്ടുന്ന ട്രിക്കാണ്. എനിക്ക് അർജന്റീന പ്ലെയർ ബൊട്ട എന്ന് പറഞ്ഞിട്ട്, റൂബൻ ബൊട്ട എന്ന് പറഞ്ഞ പ്ലെയറിനെയാണ് കിട്ടിയത് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത പോർബോ പാക്കാണ് ഓപ്പൺ ചെയ്യാൻ പോണേ. എന്തായാലും നമുക്ക് നോക്കിയൊക്കെ നിങ്ങൾക്ക് ആരും കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് വേണ്ട പ്ലെയറിനെ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കിലൂടെ ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ എനിക്ക് റൊണാൾഡോനെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ പറയുക ഹാളനെ എന്താ പറയുക എടുത്തു. ഓക്കെ, അതിനുശേഷം ഗൈസ് എന്താ പറയുക ഫസ്റ്റ് തൊട്ടേ ഹാളനെ എടുത്തുള്ളൂ. അതിനുശേഷം ഒന്നുകൂടെ ഹാളനെ എടുക്കണം, 2 വട്ടം കേട്ടോ. നിങ്ങൾക്ക് വേണ്ട പ്ലെയർ ഏതാണോ അതുപോലെ എടുക്കുക, എന്നിട്ട് റൊട്ടേറ്റ് ഒറ്റ വട്ടം ചെയ്യുക. അതിനുശേഷം ഗൈസ് ഞാനിതാ ഫസ്റ്റ് ഒന്ന് ക്യാൻസൽ എടുക്കണം ഗൈസ്. നിങ്ങൾ ഫ്രീ ട്രേഡ് എടുത്താൽ മതി, കാരണം കോയിൻ ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം എനിക്ക് റൊണാൾഡോനെയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് വേണ്ട പ്ലെയറിനെ എടുത്തിട്ട് ജസ്റ്റ് എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം, നിങ്ങൾ ഓൾറെഡി ഷോട്ട് കണ്ടതാണ്. അപ്പോൾ എന്താ പറയുക ഈ ഒരു ട്രിക്കാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക ചെക്കൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ആയിരിക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹിയർ വി ഗോ, നിങ്ങൾക്ക് കാണാം. എന്തായാലും എന്താ പറയുക നമുക്ക് സാധാരണ മേൽക്കൂടെയൊക്കെ അല്ല, സാധാരണ ഉള്ളിൽ പച്ചയൊക്കെ കാണാം, പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. അടുത്തെത്തുമ്പോഴാണ് പച്ചേൻ്റെ ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ വി ഗോ, നമ്മുടെ CR7 റൊണാൾഡോ ഗൈസ്. അപ്പോൾ പറയുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു കാർഡാട്ടോ. കാരണം ഞാൻ വിചാരിച്ചു സാധാരണ നമുക്ക് കിട്ടുന്ന പോലെ ഒരു ഇതായിരിക്കുന്നു, പക്ഷേ നല്ല കാർഡ്. അത്യാവശ്യം എന്താ പറയുക റണ്ണിങ്ങിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം എടുത്തു കഴിഞ്ഞാൽ സ്കില്ലും കാര്യങ്ങളൊക്കെ സ്പീഡൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്താ പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും അതിന് മുന്നത്തെ ഇട്ട വീഡിയോയിലും ഗൈസ് കുറേ പേർക്ക് നമ്മുടെ 108 മെസ്സിനൊക്കെ കിട്ടിയ ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും കയറി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഞാൻ സൈഡിൽ കാണിക്കാം നമ്മുടെ ലാംബേർഡിൻ്റെയും പിന്നെ ബെക്കാമിൻ്റെയൊക്കെ ഒരു കാർഡ് മണ്ടേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്താ പറയുക ഞാൻ കോയിൻ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഗൈസ് എന്താ പറയുക 10 മണിക്ക് ആകുമ്പോഴത്തേന് ഇനി ലൈവ് വരുന്ന കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും രാത്രി നൈറ്റ് ഒരു 8 മണി കഴിയുമ്പോഴത്തേന് ലൈവ് വരുന്നതാണ്. അപ്പോൾ ലൈവ് കാണുന്നതായിരിക്കും, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ ഗൈസ്.